To complementary electronics semester 1, and this is for BSc main physics students. Complementary electronics semester 1. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ്. സെമിസ്റ്റർ 1 ഇത് BSc ഫിസിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ് ടോപ്പിക്ക്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ് S1U1 സർക്യൂട്ട് ഫണ്ടമെൻ്റൽസ്. And chapter 1 is circuit fundamentals, and here we study some symbols, circuit symbols. അപ്പോൾ ഇലക്ട്രോണിക്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പതിവായി കാണുന്ന ചില സിമ്പിൾസ് ആണ് കൊടുക്കുന്നത്. ആദ്യത്തെ റെസിസ്റ്റൻസ്, രണ്ടാമത്തെ കപ്പാസിറ്റൻസ്, മൂന്നാമത് ഇൻഡക്റ്റൻസ് കോയിൽ, അടുത്തത് നാലാമത്തത് ഒരു എല്ലാ സർക്യൂട്ടാണ് സീരീസ്, ഒരു റെസിസ്റ്റൻസും ഒരു ഇൻഡക്റ്റൻസും സീരീസിൽ കൊടുത്തിരിക്കുകയാണ്. അടുത്തത് എൽ സി സർക്യൂട്ട്, ഒരു കോയിൽ, ഒരു കപ്പാസിറ്റി കൊടുത്തിരിക്കുകയാണ്, LC എന്ന് പറയും. അടുത്ത ചിത്രത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് CR സർക്യൂട്ടാണ്, പിന്നെ LCR സർക്യൂട്ടാണ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റർ. പിന്നെ ഒരു DC സോഴ്സ്, ബാറ്ററിയാണ്, ഒരു വലിയ ലൈനും ചെറിയ ലൈനും ഇട്ട് കാണിച്ചാൽ മതി. പിന്നെ ഒരു AC സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്തൊരു ടിൽഡ് സൈൻ കൊടുത്താൽ മതി, ഒരു ഗാ മറിച്ചിടുന്നത് പോലെ കൊടുത്താൽ മതി. AC സോഴ്സ് ഡൈനാമോ എന്ന് പറയും, അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയും. പിന്നെ അടുത്തത് ഡയോഡാണ്, ആരോ ഹെഡ് ബാർ ഡയോഡിൻ്റെ സിമ്പിളാണ്. പിന്നെ ട്രാൻസിസ്റ്റർ, ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. എമിറ്ററിൽ നമ്മൾ ആരോ ഇടും, ആരോ പുറത്തേക്ക് ഇട്ടാൽ അത് NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു ഡെഫിനിഷൻ എന്താണ്? സീറോ റെഫറൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമൺ പോയിന്റ് ഇൻ എ സർക്യൂട്ട് അറ്റ് വിച്ച് ദ പൊട്ടൻഷ്യൽ മേ ബി ടേക്കൺ ആസ് സീറോ. ഒരു സർക്യൂട്ടിലെ ഒരു പ്രത്യേക പോയിന്റ് ഒരു കോമൺ പോയിന്റ് ആണ്. ഒരു പൊതുവായിട്ട് നമ്മളൊരു പോയിന്റ് എടുക്കും, അവിടെ പൊട്ടൻഷ്യൽ 0 അതിനെയാണ് നമ്മൾ സീറോ റെഫറൻസ് ലെവൽ എന്ന് പറയുന്നത്. എർത്ത് കണക്ഷൻ എന്നൊക്കെ വിളിക്കും. ഓൾ സർക്യൂട്ട് വോൾട്ടേജസ് ആർ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്. ഈ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ സർക്യൂട്ട് മെഷർമെൻറ്റും നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഫിഗർ എ, ഫിഗർ ബി, രണ്ട് ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഒരേ ടൈപ്പ് ഫിഗറാണ്. വ്യത്യാസം ഒന്നാമത്തേൽ പോസിറ്റീവ് എയിലേക്ക് ഡയറക്റ്റ് ചെയ്യും, രണ്ടാമത്തത് നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി എയിലേക്ക് ഡയറക്റ്റ് ചെയ്യും. So two circuits are given here, and using these two diagrams we explain what is zero reference level. In the figure 1, the first figure the നെഗറ്റീവ് ഓഫ് ദി ബാറ്ററി, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ഈസ് ടേക്കൺ ആസ് സീറോ റെഫറൻസ് ലെവൽ. സീറോ ലെവൽ കണ്ടോ, അവിടെ ഒരു എർത്ത് കണക്ഷൻ, ഒരു ഓയിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് സീറോ റെഫറൻസ് ലെവൽ. അത് ചെല്ലുന്നത് ഈ 12 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ്. സോ ദാറ്റ് പോയിന്റ് O വി ടേക്ക് ആസ് എർത്ത് ടെർമിനൽ സീറോ റെഫറൻസ് ലെവൽ, സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് എന്ന് പറയും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എർത്ത് കണക്ഷൻ. അപ്പോൾ സീറോ റെഫറൻസ് ലെവൽ നമ്മൾ എർത്ത് കണക്ഷൻ വെച്ചാണ് കാണിക്കുന്നത്. അത് ഫിഗർ ബിയിൽ നെഗറ്റീവാണ് നമ്മൾ എയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സീറോ ഒയിലേക്ക് വരുന്ന പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് നമ്മൾ സീറോ റെഫറൻസ് ലെവലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കൺവെൻഷനായിട്ട് നമ്മളെപ്പോഴും ഈ ബാറ്ററി നെഗറ്റീവ് സീറോ ആയിട്ട് എടുക്കുമെങ്കിലും ചില കേസിൽ നമ്മൾ ബാറ്ററി പോസിറ്റീവ് നമുക്ക് സീറോ എടുക്കാം. നമ്മൾ എടുക്കുന്ന പോയിന്റ് സീറോ പോയിൻ്റാണ്. അത് വെച്ചിട്ടാണ് അത് റെഫറൻസ് ആക്കി എടുത്തുകൊണ്ടാണ് മറ്റ് എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. സാധാരണ ബാറ്ററി നെഗറ്റീവ് നമ്മൾ സീറോ റെഫറൻസ് ലെവലായിട്ട് എർത്ത് പോയിൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഫിഗർ എയിലെ കാര്യമാണ് പറയുന്നത്. അറ്റ് പോയിന്റ് എ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് 12 വോൾട്ട് പൊട്ടൻഷ്യലാണ്. Point A is 12 volt potential. Point B, this voltage is 6 volt. Point B ലാകുമ്പോൾ 6 വോൾട്ട് ആണ്, കാരണം രണ്ട് റെസിസ്റ്റൻസ് ആണ്. ഓരോ റെസിസ്റ്റൻസിലും 6 വോൾട്ട് വെച്ച് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ പോയിന്റ് എയിൽ നമ്മൾ 12 വോൾട്ട് എടുത്താൽ പോയിന്റ് ബിയിൽ 6 പോയിട്ട് ബാക്കി 6 എടുക്കാൻ പറ്റുള്ളൂ പോയിന്റ് ബിയിൽ. ഫിഗർ 1 പറയുന്നത് കേട്ടോ. ഫിഗർ C ആകുമ്പോൾ 0 ആകും. 0 എന്ന് പറഞ്ഞാൽ ഓയുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആണ്.
അവിടെ 0 വോൾട്ടേജാണ്. എന്നാൽ ഫിഗർ ബിയിൽ രണ്ടാമത്തെ പടത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ പടത്തിൽ എയിൽ -12 വോൾട്ടാണ്. കാരണം നമ്മൾ 12 വോൾട്ടിൻ്റെ അവിടെയാണ് പോസിറ്റീവാണ് 0 എടുത്തിരിക്കുന്നത്. അപ്പോൾ എ എന്നുള്ളത് -12 വോൾട്ടാണ്, ബി എന്നുള്ളത് -6 വോൾട്ടാണ്. കാരണം ഒരു 6 വോൾട്ട് ഈ ഫസ്റ്റ് ആറിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഇതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ്, ഈ സ്ലൈഡിൽ സെക്കൻഡ് പാരഗ്രാഫ് ഇൻ ദി ഫിഗർ ബി എന്ന് പറയും കേട്ടോ. ഇൻ ദ സെക്കൻഡ് ഫിഗർ, ഇൻ ഫിഗർ 2 അറ്റ് എ the potential is -12 volt, at B it is -6 volt, and at C 0 volt, that is 0 potential point. ഓർത്തിരിക്കണം, ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് 0 റെഫറൻസ് ലെവലായിട്ട് എടുക്കാം. സാധാരണ കേസിൽ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് 0 റെഫറൻസ് ലെവലായിട്ട് എർത്ത് പോയിന്റർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലൈൻ 0 റെഫറൻസ് ലെവൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ഷാസി ഗ്രൗണ്ട്. എന്താണ് ഷാസി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ? ഇത് സ്പെല്ലിംഗ് നോക്കണം. CHASSI, ഷാസി ഗ്രൗണ്ട് എന്ന് പറയും. ഷാസി എന്ന് വായിക്കും. അതിൻ്റെ ബോഡി. യൂഷ്വലി ഇലക്ട്രോണിക് കമ്പോണൻസ് ആർ മൗണ്ടഡ് ഓൺ എ കണ്ടക്റ്റിംഗ് മെറ്റൽ ഷീറ്റ് കോൾഡ് ഷാസി. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് എലമെൻറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് ഒരു മെറ്റൽ ബോർഡിലാണ്. ആ മെറ്റൽ ബോർഡിനെ നമ്മൾ ഷാസി എന്ന് പറയും. ആ മെറ്റൽ ബോർഡുമായിട്ട് ചില പോയിന്റുകൾ ഇൻസുലേറ്റ് ചെയ്യും, ചില പോയിന്റ് ഡയറക്റ്റ് കണക്ട് ചെയ്യും. അപ്പോൾ ഒരു മെറ്റൽ ബേസിൽ നമ്മൾ ഈ റെസിസ്റ്റൻസ്, കപ്പാസിറ്റി പോലെയുള്ള എലമെൻറ്റ്സ് കണക്ട് ചെയ്യും. അന്നേരം ഈ മെറ്റൽ ബോർഡിനെ വിളിക്കുന്ന പേരാണ് ഷാസി. റീഡിങ് ഓഫ് ദി ഷാസി ഈസ് ടേക്കൺ ആസ് ഗ്രൗണ്ട്. Reading of the chassis is taken as the ground or chassis ground. It is denoted by this by the ground symbol. Ground symbol അറിയാമല്ലോ, നമ്മൾ ഈ ലൈനിങ്ങനെ ചെറുതായി വരുന്ന ലൈനുകൾ ചെറുതായി വരുന്ന ഈ ഗ്രൗണ്ടിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇവിടെ ഒരു ഷാസി ഗ്രൗണ്ട് കാണിച്ചിരിക്കുകയാണ്. ജി എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം ഷാസി ഗ്രൗണ്ടുകളാണ്. ഇനി നമുക്ക് പറയേണ്ടത് എന്താണ് ഓംസ് ലോ എന്നുള്ളതാണ്. അത് നമ്മൾ +2 ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. റിപ്പീറ്റേഷൻ ക്ലാസ്സാണ് ഇവിടെ ചോദിക്കുന്നതാണ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റന്റ്, ദി കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ PD. PD means potential difference between the two ends of the conductor, that is V proportional I, where when T is a constant. ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് ആ കണ്ടക്ടറിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് പ്രൊപ്പോർഷണലാണ്. അതായത് V പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയും. V പൊട്ടൻഷ്യലാണ്, I കറണ്ടാണ്. ടെമ്പറേച്ചർ T കോൺസ്റ്റൻറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പറയും V = RI, വേറെ ആഴ്ച കോൺസ്റ്റൻറ്റ് കോൾഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ, ഒരു ലീനിയർ സർക്യൂട്ടിൽ എന്താണ് ലീനിയർ സർക്യൂട്ട് അത് നമ്മൾ കാണാൻ പോകുന്നതാണ്. ഒരു ലീനിയർ സർക്യൂട്ടിൽ V is RI എന്ന് പറയും. ആറിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഫോർ എ കണ്ടക്ടർ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. R is a constant. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു കണ്ടക്ടറിൻ്റെ R കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഓംസിൽ ഓർത്തിരിക്കുന്ന ഒരു നൊട്ടേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓംസിൽ ഡിഫറൻറ്റ് ഫോമിൽ നമുക്ക് എഴുതാം. V is RI, R is VI, V is I/R. എങ്ങനെ എഴുതിയാൽ ഓംസിലാണ്? അത് മനസ്സിലാക്കാനുള്ളൊരു പടമാണ് വരച്ചിരിക്കുന്നത്. ഒരു സർക്കിൾ വരച്ചു, അതിൽ താഴെ ഒരു T പോലെ മാർക്ക് ചെയ്തു, VIR എന്ന് എഴുതും. ആ ഹോറിസോണ്ടൽ ലൈൻ ഒരു ഡിവിഷനാണ് കാണിക്കുന്നത്, വെർട്ടിക്കൽ ലൈൻ ഒരു ഇൻറ്റു ആണ് കാണിക്കുന്നത്. ഇപ്പോൾ V കാണണമെങ്കിൽ I/R, R കാണണമെങ്കിൽ V/R, അതുപോലെ I കാണണമെങ്കിൽ R കാണണമെങ്കിൽ V/I, I കാണണമെങ്കിൽ V/R. ഹോറിസോണ്ടൽ ലൈൻ ഡിവിഷനായിട്ടും വെർട്ടിക്കൽ ലൈൻ ഇൻറ്റു ആയിട്ടും വായിച്ചാൽ ഏത് വേരിയബിളും മറ്റ് രണ്ട് വേരിയബിളായിട്ട് ചേർത്ത് പറയാം. V is I/R, R is V/I, and I is V/R. അങ്ങനെ ഓംസില ഓർത്തിരിക്കാവുന്നതാണ്. പിന്നെ ഓംസിലയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് വരച്ചിരിക്കുന്നത്. റെപ്രസെൻറ്റ് ഗ്രാഫിക്കലി ഇത് ഓംസ് ലോ. ഇപ്പോൾ V/R is കോൺസ്റ്റൻറ്റ്, അതാണല്ലോ. V/I is R is a കോൺസ്റ്റൻറ്റ്, അതാണ് ഓംസ് ലോ. അപ്പോൾ ഇവിടെ ഈ R കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത്തരം ഒരു ഗ്രാഫ്, VI ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരച്ച് ഡിവൈഡ് ചെയ്താൽ മതി. AB/BC, I/R എന്ന് കിട്ടും. അപ്പോൾ റെസിപ്രോക്കൽ സ്ലോപ്പ് കണ്ടാൽ അത് ആറിൻ്റെ റെസിപ്രോക്കലായിട്ട് വരും.
The slope represents the reciprocal of R. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്. ഈ ലീനിയർ റെസിസ്റ്റർ എന്താണ്, നോൺ ലീനിയർ റെസിസ്റ്റർ എന്താണ്? ആർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ ലീനിയർ റെസിസ്റ്റർ എന്ന് പറയും. ആറ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ എന്ന് പറയും. If R is a constant and does not vary with V, I and temperature, then it is called a linear resistor. ആറ് സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ VIR വെച്ച് VIT വെച്ച് ആറിൻ്റെ വില മാറിയില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ റെസിസ്റ്റർ. ഫോർ എ ലീനിയർ റെസിസ്റ്റർ R is a constant. But if there is a variation in R with the value of V and I, it is called a non-linear resistor. Here the increase, here R increase with current in the circuit. ഇനി ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണ്. എന്താണ് ആ പ്രോബ്ലം നോക്കുക. ഇൻ ദി സർക്യൂട്ട് ബിലോ find a current through the circuit, voltage at point A with respect to ground, voltage at B with respect to ground. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ ഇവിടെ 12 വോൾട്ട് ബാറ്ററിയുടെ താഴെ കൊടുത്തിരിക്കാൻ നെഗറ്റീവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ആദ്യം കണ്ടുപിടിക്കണം. അതിന് ഓംസ് ലോ. ഇവിടെ R 6 ഓം ആണ്. I is V/R 12/6. Current I is V/R 12/6, that is 2 ampere. Voltage A എന്നുള്ളത് ബാറ്ററി പോസിറ്റീവിനോട് ചേർന്നതാണ്. അപ്പോൾ 12 വോൾട്ട് 12 വോൾട്ട്. സിൻസ് A is connected to the ground, അടുത്തേതാണ് B ആണ്. സിൻസ് B is connected to the ground, the potentiality B is 0. Actually it is -12 വോൾട്ട് with respect to B. ഈ അപേക്ഷിച്ച് -12 വോൾട്ടാണ്. പക്ഷെ നമ്മൾ ഈ 0 റെഫറൻസ് ലെവൽ പറയുമ്പോൾ ബിയിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് നമ്മൾ എടുക്കുക. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ ഫസ്റ്റ് ക്ലാസ് ഓൺ ഇലക്ട്രോണിക്സ് 1. താങ്ക് യു വെരി മച്ച്.